ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള കുപ്പികൾ കൊണ്ട് ഒരു ചെരുപ്പിൻ്റെ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അതായത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെരുപ്പിൻ്റെ അടിപൊളി സ്റ്റാൻഡ്. നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമായ ഒരു സാധനമാണല്ലോ ചെരുപ്പ് സ്റ്റാൻഡ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് ലേബിളുകളൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ലേബിളുകൾ നമുക്ക് ഇതിന് ആവശ്യമില്ല, എന്നാലേ കാണാനൊക്കെ ഒരു വൃത്തി മൊഞ്ചൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുഴുവൻ കുപ്പികളുടെയും പ്ലാസ്റ്റിക്കിൻ്റെ ലേബിൾ ഇതുപോലെ നമുക്ക് കീറിക്കളയാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 30 കുപ്പികളാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. ശേഷം നമുക്ക് ഇതുപോലൊരു പൈപ്പ് ചൂടാക്കി, അതായത് കുപ്പിയുടെ വായ്ത്തലയുടെ വട്ടത്തിനുള്ളൊരു പൈപ്പ് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ അടിവശത്ത് ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഏകദേശം 20 കുപ്പിക്ക് ഇതുപോലെ ഹോളുകൾ ഇടണം. 20 കുപ്പിക്കാണ് ഇതുപോലെ നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്, അടിവശത്ത് ഹോളുകൾ. അപ്പോൾ പൈപ്പ് കൊണ്ട് ആകുമ്പോൾ ചൂടാക്കിയിട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിലാണ്. ബാക്കിയുള്ള ഭാഗത്ത് ഹോളിടേണ്ട ഭാഗത്ത് നമുക്ക് കത്രി കൊണ്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇതുപോലെ 2 വീതം സെറ്റ് ചെയ്ത് അതുപോലെ 6 സെറ്റ് നമുക്ക് വേണം. അപ്പോൾ 6 സെറ്റാകുമ്പോൾ 12 കുപ്പികൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഇടുന്നതിന് വേണ്ടി ഒരു വാതിൽ പണിയാം. നമുക്കിതുപോലെ കത്തി കൊണ്ട് 2 വിരലിനകത്തേക്ക് കയറത്തക്ക രീതിയിൽ നമുക്കൊരു ഡോറ് പണിയുന്നുണ്ട്. അത് 2 വിരലകത്തേക്ക് ഉള്ളിലേക്ക് കടത്തിയിട്ട് ഈ കുപ്പിയുടെ ക്യാപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് മുറുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കത്രിക കൊണ്ട് വെട്ടി ഒരു ഡോറ് പണിയുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് കമ്പനിയിൽ പറഞ്ഞതുപോലെ ചിലവുകളില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞെട്ട് ബോൾട്ട് പശകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കുന്നതിൻ്റെ വേണമെങ്കിൽ ഇത്തരം ഒരു വിദ്യ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് ഒരു പരീക്ഷണമാണ്. തീർച്ചയായിട്ടും ഇത് വിജയിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ട്. നിങ്ങൾ കൂടി വിലയിരുത്തുക, മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവൂ. നമുക്കും ചെയ്ത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. കുപ്പികളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ബേക്കറികളിലും കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുപ്പികൾ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഏകദേശം 30 കുപ്പികളാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ചെറിയ കുപ്പികൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് 10 രൂപയുടെ ജ്യൂസ് ലഭിക്കുന്ന ചെറിയ കുപ്പികൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വലിയ കുപ്പികൾ തന്നെ വേണമെന്ന് ഇല്ല. അപ്പോൾ ഇതുപോലെ 2 പീസുകളായിട്ട് സെറ്റ് ചെയ്ത 6 സെറ്റുകളാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുപോലെ പുറകിൽ കൂടി തിരികെ കയറ്റിയതിന് ശേഷം ത്രെഡ് ഉള്ളിലേക്ക് വരത്തക്ക രീതിയിൽ തിരികെ കയറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ വാതിലിൽ കൂടി 2 വിരലുകൾ കയറ്റി ക്യാപ്പിട്ട് ടൈറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് 2 വിരലുകൾ ഉള്ളിൽ കിടക്കുന്ന രീതിയിൽ മാത്രം ക്യാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ 6 സെറ്റാണ് ചെയ്തെടുക്കുന്നത്. കണ്ടോ, 6 സെറ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് ഒരു കുപ്പി എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ 2 ഹോൾ ഇടണം. അതായത് വായ്ത്തല കയറത്തക്ക രീതിയിലുള്ള 2. അത് കത്രിക കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം കത്രിക കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. കാരണം ഈ കുപ്പിയുടെ ഈ ഭാഗത്ത് കട്ടി കുറവാണ്. നമ്മൾ അടിഭാഗത്ത് നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ചൂടാക്കിയിട്ട് ഹോൾ ഇട്ടത്. ഈ ഭാഗമാകുമ്പോൾ നമുക്ക് കത്രിക കൊണ്ട് തന്നെ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഉദ്ദേശത്ത് കുപ്പിയുടെ വായവട്ടം ഉദ്ദേശം വെച്ച് മാർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്ത് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എളുപ്പം ചെയ്യുന്നതിന് വേണ്ടി മാർക്കിംഗ് എളുപ്പം ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മുക്കിയിട്ട് കുപ്പിയുടെ വായത്തിൽ മുക്കിയിട്ട് ഒന്ന് അടയാളം ചെയ്ത് കൊടുത്ത് ആ അടയാളം നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതൊരു എളുപ്പമുള്ളൊരു മാർക്ക് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അല്ലാത്ത രീതിയിലാണ് ഞാൻ മൊത്തവും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോൾ ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ 2 വിരലുകൾ കയറ്റാനുള്ള ഒരു ഡോറ് കൂടി പണിയുന്നുണ്ട്. ഈ ഡോറുകളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും, ടേപ്പ് വെച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ 2 വിരലുകൾ ഉള്ളിൽ കയറത്തക്ക രീതിയിൽ ഡോറ് കൂടി പണിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോകളാണ് ഞാൻ നമ്മുടെ ചാനലിൽ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ സന്ദർശിച്ചാൽ എല്ലാ വീഡിയോകളും കാണാൻ കഴിയുന്നതാണ്. വീട്ടിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന വസ്തുക്കൾ, വേസ്റ്റായിട്ട് കിടക്കുന്ന വസ്തുക്കളൊക്കെ കൊണ്ട് ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ വീഡിയോകളാണ് ചെയ്തിരിക്കുന്നത്. ചാനൽ കയറി എല്ലാ വീഡിയോകളും കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത 2 നമ്മൾ ഒരു കുപ്പിയിൽ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്യുന്നു. കുപ്പിയുടെ 2 വശത്ത് നമ്മൾ ഹോളുകളിട്ട ഭാഗത്തു കൂടി ആ സെറ്റ് ചെയ്ത 2 പീസ് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ച് ക്യാപ്പിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ 2 സെറ്റാണ് ഒരു കുപ്പി വെച്ച് ഇതുപോലെ കുറുക്കിന് അപ്പുറത്തും ഇപ്പുറത്തും 2 കുപ്പികൾ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യണം. അതായത് സ്റ്റാൻഡിൻ്റെ ഒരു തട്ടായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരു തട്ടായിട്ട് ഇതുപോലെ 2 തട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് 2 വിരലുകൾ ഉള്ളിൽ കൂടെ കടത്തി നമുക്ക് കുപ്പി മുറുക്കിയെടുക്കാവുന്നതാണ്.
ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിൽ നമുക്ക് പുറകു വശത്ത് കുപ്പിയുടെ വായ്ത്തലയില്ലല്ലോ, എങ്ങനെ നമ്മൾ മുറുക്കും? അതിനും ഞാനൊരു മാർഗ്ഗം കണ്ടെത്തിയിട്ടുണ്ട്. കുപ്പിയുടെ അടിഭാഗത്ത് വായ്ത്തല ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ മുറുക്കും? ബോൾട്ടോ പശയോ ഒന്നും ഉപയോഗിക്കാതെ ആണല്ലോ ചെയ്യുന്നത്. അതിന് ഉള്ളൊരു മാർഗ്ഗമാണ്. ഒന്ന് മാർക്ക് ചെയ്യുക. കുപ്പിയുടെ ബാക്ക് ഭാഗത്ത് നമ്മൾ അതൊന്ന് മോൾഡ് ചെയ്യുന്നതിന് വേണ്ടി, ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ ഭാഗത്ത് വായ്ത്തല വെച്ച് ആ കുപ്പിയുടെ ചുവടിൻ്റെ ഭാഗം വെച്ച് അടുത്തൊരു കുപ്പിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അത് ഹോളിടുന്നതിന് വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള 2 ചെറിയ കുപ്പികളുടെ വായ്ത്തല ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ചെറിയ കുപ്പി അല്ലെങ്കിൽ വലിയ കുപ്പി ആയാലും മതി. ചെറിയ കുപ്പി ആകുമ്പോൾ നമുക്ക് ഉപയോഗം വലുതായിട്ട് വരുന്നില്ല, വലിയ കുപ്പി നമുക്ക് ഉപയോഗമുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ കുപ്പി എടുക്കുന്നത്. ചെറിയ കുപ്പി എടുത്തതിന് ശേഷം 2 വായ്ത്തല നമ്മൾ വെട്ടിയെടുക്കുന്നു. ഇതൊരു ബോൾട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോൾട്ട് ഉപയോഗിക്കുന്നതിൽ ഞാൻ കമ്പനിയിൽ പറഞ്ഞതുകൊണ്ട് വാക്ക് പാലിക്കണമല്ലോ. ശേഷം നമുക്ക് ഈ കുപ്പിയുടെ പുറകു ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് വാതിലിടുന്നു. 2 വിരലുകൾ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കത്രി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം കുപ്പി വളരെ വലിയ കട്ടിയൊന്നുമുള്ള കുപ്പിയൊന്നുമല്ല ഇത്. പക്ഷേ നമ്മൾ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല യൂസ്ഫുള്ളാവുന്നുണ്ട്. നമുക്കത് അവസാനം കാണാവുന്നതാണ്. അവസാനം നിങ്ങൾ കാണണം, കാരണം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണണം. എന്നിട്ട് വീഡിയോ നിങ്ങൾ നിർത്താവൂ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വാതിൽ നിങ്ങളിത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഇത് മുഴുവനായിട്ടും കാണിക്കുന്നത്, സാവധാനം കാണിക്കുന്നത്. ഇങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിന് വേണ്ടിയാണ് സാവധാനം കാണിക്കുന്നത്. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി വിടുമായിരുന്നു വീഡിയോയ്ക്ക്. മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ അങ്ങനെ സ്പീഡ് കൂട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കുപ്പിയുടെ വായ്ത്തലയുടെ ഹോളിട്ട ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ ഇതുപോലെ 2 വിരലുകൾ ഉള്ളിൽ കയറ്റത്തക്ക രീതിയിൽ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ചെറിയ കുപ്പിയുടെ വായ്ത്തല ഉണ്ടല്ലോ, അത് ആ കുപ്പിയുടെ ചുവടിൽ കൂടി നമ്മൾ കയറ്റുന്നു. അതായത് 2 സെറ്റ് ചെയ്ത കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ചുവടിൽ കൂടി ഇങ്ങനെ കയറ്റിയതിന് ശേഷം മറ്റൊരു കുപ്പിയിൽ നമ്മൾ ഹോളിട്ട് വെച്ച കുപ്പിയിലേക്ക് കയറ്റുന്നു. നേരത്തെ കണ്ട അതേ മാർഗത്തിൽ കയറ്റിയതിന് ശേഷം ക്യാപ്പിട്ട് ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പറഞ്ഞത്, കുപ്പിയുടെ ചുവട് ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇങ്ങനൊരു ഐഡിയ നമ്മൾ ഇതിനകത്ത് പരീക്ഷിക്കുന്നത്. അതും സക്സസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും 2 സെറ്റ് കുപ്പി 2 ക്രോസായിട്ട് 2 സിംഗിൾ കുപ്പിയിൽ ഫിറ്റ് ചെയ്ത് വെച്ച് ഒരു സ്റ്റാൻഡിൻ്റെ ഒരു അടിത്തട്ട് പോലാക്കി ഒരു തട്ട് പോലാക്കിയിട്ടുണ്ട്. അതുപോലെ കണ്ടോ. ഇനി നമുക്കിതിൻ്റെ കാല്, അതായത് നമ്മൾ തൂണുണ്ടല്ലോ, ഓരോന്നിനും കാല് സ്റ്റാൻഡുണ്ടല്ലോ, ആ കാല് കൂടി നമുക്ക് പിടിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ വീണ്ടും 2 ചെറിയ കുപ്പിയുടെ വായ്ത്തല കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ചുവടിൽ കൂടി നമ്മൾ അത് പുറത്തേക്ക് ത്രെഡ് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ കയറ്റി വെക്കുന്നു. പിന്നീടൊരു കുപ്പി എടുത്ത് ഈ കുപ്പിയുടെ അടിഭാഗം നമ്മൾ ഹോളിട്ടിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ആ വായ്ത്തല കയറത്തക്ക രീതിയിൽ നേരത്തെ കണ്ടതുപോലെ 2 ഹോളുകൾ ഇട്ടിട്ടുണ്ട്. 2 വിരലുകൾ കയറ്റുന്നതിനും അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കത്രിക കൊണ്ട് വെട്ടി ഡോറ് പണിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി കൈ കടത്തി നമ്മൾ അതിട്ട് ടൈറ്റ് ചെയ്തു. 4 കാലുകളും അതുപോലെ നമ്മൾ 4 വശത്തായിട്ട് ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. 4 വശത്തും നമ്മൾ ഓരോ കുപ്പികളെടുത്ത് ഹോളുകളിട്ടതിന് ശേഷം ഇതുപോലെ കാലുകൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഇത് വീണ്ടും നമ്മൾ 2 കുപ്പി കൂടെ വായ്ത്തല കൂടി കട്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ പുറകു വശത്ത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നേരത്തെ കണ്ടതുപോലെ പുറകു വശത്ത് വായ്ത്തല ഇല്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടി ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ ഇതുപോലെ 2 കുപ്പികളുടെ വായ്ത്തല കട്ട് ചെയ്തെടുക്കുന്നത്. കുപ്പികളൊക്കെ ഇഷ്ടംപോലെ വീട്ടിൽ കിടപ്പുണ്ട്. എനിക്ക് അടുത്തുള്ള കടകളിൽ നിന്ന് പറക്കിയെടുക്കുന്ന അവർ പറക്കി കളക്ട് ചെയ്ത് വെക്കും. ജ്യൂസൊക്കെ കുടിക്കുന്ന കുപ്പികളൊക്കെ കടകളിൽ പിന്നെ കളക്ട് ചെയ്ത് വെക്കും. നമ്മൾ ചെന്നതുപോലെ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ തരുന്നതാണ്. ഇപ്പോൾ ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അടുത്തുള്ള കടകളിൽ തന്നെ ഇതുപോലുള്ള കുപ്പികളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ 3 ലെയറാണ്, അതായത് 2 കുപ്പി വീതം ഫിറ്റ് ചെയ്ത 3 വരിയാണ് നമ്മൾ ഓരോ കുപ്പികളിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 2 സെറ്റ് ഒരു കുപ്പിയിലും മൂന്നാമതുള്ളൊരു സെറ്റ് നമ്മൾ കാലായിട്ട് നാട്ടുന്ന കുപ്പിയിലുമാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. 2 സെറ്റ് ഒരു കുപ്പിയിലും മറ്റുള്ളത് കാലായിട്ട് വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഡോറുകളൊക്കെ ടേപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത വിരൽ കയറ്റാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത ഡോറുകളുണ്ടല്ലോ, അത് നമ്മൾ അടച്ചിട്ട് ഇതുപോലെ ടേപ്പ് കൊണ്ട് നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. എല്ലാ ഡോറുകളും അതുപോലെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം.
ഇതിന് വരുന്ന ചിലവ് ഇത് മാത്രം. അതായത് 1 രൂപ പോലും ചിലവ് വരുന്നില്ല. 1 രൂപ പോലും ചിലവില്ലാതാണല്ലോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ടേപ്പിന് 1 രൂപ പോലും ചിലവ് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊരു പീസ് ചെയ്തെടുത്തു. 2 പീസാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. 2 തട്ടുകൾ ഉണ്ടോ, ഇതുപോലെ 2 തട്ടുകളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 തട്ടുകൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 2 കുപ്പി വീതം സെറ്റ് ചെയ്ത 6 പീസും ബാക്കിയുള്ള ഓരോ സിംഗിൾ പീസുകളുമായിട്ട് ഇതുപോലെ മൊത്തം 30 കുപ്പികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സെറ്റ് മുകളിലേക്ക് വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ്. അതായത് ആ കുപ്പിയുടെ അടിവശം നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. താഴത്തെ തട്ടിൻ്റെ കുപ്പിയുടെ അടിവശം നമ്മൾ ഹോൾ ഇട്ടിട്ടില്ല, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് വെച്ച് ആ ത്രെഡിലേക്ക് കയറ്റിയതിന് ശേഷം അതും ക്യാപ്പിട്ട് മുറുക്കുകയാണ്. നമ്മൾ 2 വിരൽ കയറ്റാനുള്ള ഹോളും അതിനകത്ത് നമ്മൾ ഡോറും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്പുകളിട്ട് നമ്മൾ 4 വശവും ടൈറ്റ് ചെയ്യുന്നു. ഉള്ളിലേക്ക് വെച്ച ആ തട്ടും അതായത് ത്രെഡിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ മുറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശേഷം നമുക്ക് ടേപ്പ് കൊണ്ട് ആ ഹോളുകളും നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അതായത് വിരൽ കയറ്റാനുള്ള ഹോളുകളും ക്ലോസ് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് എല്ലാ 4 കുപ്പികളും ടാപ്പിട്ട് അടച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. 1 രൂപ പോലും ചിലവില്ലാതെ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാ വീടുകളിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ചെരുപ്പ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ചില വീടുകളിൽ ചെന്നാൽ ലാത്ത് ചാർജ് കഴിഞ്ഞ കണക്കാണ് ചെരുപ്പുകൾ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമുക്ക് കുറച്ച് ചെരുപ്പുകൾ, അതായത് ഏകദേശം 6 ജോഡി ചെരുപ്പ് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അവസാനം നമുക്ക് വീഡിയോ കാണാം. കുറച്ച് പെയിൻറ്റ് കൂടി അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാം. പെയിൻറ്റ് അടിച്ചാൽ വേറൊരു വെറൈറ്റി ആയിരിക്കും. ഇത് വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്നതാണോ കൂടുതൽ ഭംഗി, പെയിൻറ്റ് അടിച്ചിട്ട് കാണുന്നതാണോ കൂടുതൽ ഭംഗിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കണം. ഇനി ഒരു ചെറിയൊരു ട്രിക്ക് കൂടി ഇതിനകത്തുണ്ട്, പറയാൻ മറന്നുപോയി. നമ്മൾ ഈ കുപ്പി ജോയിൻറ്റ് ചെയ്ത ഭാഗമുണ്ടല്ലോ, അതായത് ഒരു കുപ്പിയുടെ ചുവട് ഭാഗമായിട്ട് ജോയിൻറ്റ് ചെയ്ത് അത് ഒന്ന് നിരപ്പാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു 6 കുപ്പികൾ കൂടി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നടുഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതുപോലെ 6 കുപ്പി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാ നമ്മൾ കുപ്പി ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് ചുമ്മാ അങ്ങനെ പിടിച്ചിട്ട് കൊടുത്താൽ മതി. അതൊരു നിരപ്പ് ഷേപ്പായിട്ട് കിട്ടും. അതവിടെ കുപ്പി ജോയിൻറ്റ് ചെയ്തതാണെന്ന് പെയിൻറ്റ് അടിച്ചാൽ അറിയത്തില്ല. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 6 കുപ്പി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ അതിനൊരു ബലവും കിട്ടും, ജോയിൻറ്റും അറിയില്ല പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊരു ബലവും കൂടിയാണ് ഇതിന് കിട്ടുന്നത്, നല്ലൊരു ബലമാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അതുകൂടി ഇത് ചെയ്തിട്ടുണ്ട്. അത് ഒരു ട്രിക്കാണ്. അതിന് ശേഷം നമുക്ക് ആ ഭാഗം കൂടി നമുക്ക് നേരത്തെ ഇപ്പോൾ നമ്മൾ ജോയിൻറ്റ് ചെയ്ത ഭാഗം കൂടി ടേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ വർക്ക് പൂർത്തിയായത്. നേരത്തെ പറഞ്ഞ് സോറി, ഇപ്പോഴാണ് ഏകദേശം ഇതിൻ്റെ വർക്ക് പൂർത്തിയായത്. അപ്പോൾ അത് മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട കുപ്പിയുടെ ഭാഗം കൂടി മുഴുവനായിട്ടൊന്ന് ടേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ജോയിൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഓരോ കുപ്പിയിലും ഈ 2 കുപ്പി വീതം ജോയിൻ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കാലായിട്ട് നാട്ടുന്ന കുപ്പിയിലാണ്. അടുത്തടുത്ത് വേണം അത് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെരുപ്പ് വെച്ച് നോക്കിയതാണ്. കണ്ടോ, 6 ജോഡി ചെരുപ്പുകൾ നമുക്ക് കുട്ടികളുടെ ചെരുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ 6 ജോഡി ചെരുപ്പ് സൂപ്പറായിട്ടിരിക്കും. ഒന്ന് പെയിൻറ്റ് കൂടി ചെയ്തെടുക്കാം. ഒരു ഓറഞ്ച് കളറ് വാട്ടർ പെയിൻറ്റാണ് ചെയ്തെടുക്കുന്നത്. വുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വുഡിൻ്റെ സ്റ്റാൻഡ് പോലെ കാണുന്ന ഒരു ലുക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഓറഞ്ച് കളർ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തു. അതിന് ശേഷം ഒന്നുകൂടെ നോക്കാം. കണ്ടോ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പലരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നവരുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും അത് മറന്നു പോകുന്നതാണെന്ന് എനിക്കറിയാം. ഇതുവരെ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുപോലെ റിലേറ്റീവായിട്ടുള്ള വീട്ടിൽ പാഴായി കിടക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചാനൽ കയറി സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വേസ്റ്റായിട്ട് വലിച്ചെറിയുന്ന കുപ്പികളാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം. ഇനിയും ഒരുപാട് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും